ശ്രീ ജോർജ് പൊടിപ്പാറ, താങ്കൾക്ക് സമയം വളരെ ചുരുങ്ങിയത് മാത്രമേ ഉള്ളൂ എന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് താങ്കളിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വരുന്നത്. ഇതുവരെ നമ്മൾ പല ഉപതെരഞ്ഞെടുപ്പുകൾ കണ്ടിട്ടുണ്ട്. പാലക്കാട് കണ്ടിരിക്കുന്നു, തൃക്കാക്കര കണ്ടിരിക്കുന്നു, ഏലത്തൂർ കണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഈ തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു ട്രെൻഡ്, ആ വോട്ടിംഗ് വിജയ ശതമാനത്തിലുണ്ടായിട്ടുള്ള ഒരു മാറ്റം പുതുപ്പള്ളിയിലടക്കം. അപ്പോൾ ഇവിടെ എന്തായിരിക്കും സംഭവിക്കാൻ സാധ്യതയുള്ളതായി താങ്കൾക്ക് തോന്നുന്നത്? ഈ ഒരു ട്രെൻഡിൽ വലിയൊരു തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? കാരണം ഇതുവരെ ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതുപോലെയല്ല. മുൻപ് ഇവിടെ MLA ആയിരുന്ന വ്യക്തി കൂടി തന്നെയാണ് വീണ്ടും ജനവിധി തേടിക്കൊണ്ടിറങ്ങുന്നത്. ഇവിടെ നമ്മളിപ്പോ പുതുപ്പള്ളിയുടെയും തൃക്കാക്കരയുടെയും ഏറ്റവും ഒടുവിൽ പാലക്കാടിന്റെയും ഒക്കെ ആ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം പരിശോധിക്കുമ്പോൾ ഒരു കാര്യം കാണാൻ കഴിയുന്നത്, അതായത് അവിടെയെല്ലാം UDFന്റെ സിറ്റിംഗ് സീറ്റുകളായിരുന്നു. പുതുപ്പള്ളിയിലും അതുപോലെ തന്നെ തൃക്കാക്കരയിലും ഒരു സഹതാപ തരംഗം കൊണ്ട് വിജയിച്ചു എന്ന് വേണമെങ്കിൽ അങ്ങനെ ഒരു ഇതുണ്ട്. ഉമ്മൻചാണ്ടിയുടെ മകൻ മത്സരിച്ച പുതുപ്പള്ളി, അതുപോലെ തന്നെ PT തോമസിന്റെ ഭാര്യ ഉമാ തോമസ് മത്സരിച്ച തൃക്കാക്കര. ഒടുവിൽ തോറ്റ അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു പാലക്കാട്. അപ്പൊ സ്വാഭാവിക മറ്റ് അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ചേലക്കര. പക്ഷെ ഇതിലെല്ലാം കണ്ട ഒരു കോമൺ കാര്യം എന്താന്ന് വെച്ചാൽ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇലക്ഷൻ മാനേജ്മെന്റ് ആണ് കേരളത്തിലെ പ്രതിപക്ഷം, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം നടന്നത്. അത് പുതുപ്പള്ളിയിലായാലും തൃക്കാക്കരയിലായാലും പാലക്കാടായാലും ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും മികച്ച ഉപതെരഞ്ഞെടുപ്പ് ഇലക്ഷൻ മാനേജർ എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലേക്ക് VD സതീശന്റെ ഏകോപനം വളരുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതേ VD സതീശന്റെ ഒരു ഏകോപനം ഇലക്ഷൻ മാനേജ്മെന്റ് തന്നെയാണ് ഇവിടെയും നടന്നിരിക്കുന്നത്. നമ്മൾ കണ്ടു, ഈ പറഞ്ഞ മുതിർന്ന നേതാക്കളല്ല പ്രചരണത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത്. കുറെ കൂടി സ്വീകാര്യതയുള്ള ചെറുപ്പക്കാരുടെ ഒരു വലിയ സംഘം, ഷാഫി പറമ്പിലും അതുപോലെ തന്നെ ചാണ്ടി ഉമ്മനും അടക്കം, അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലും വിഷ്ണുനാഥും ഫിറോസും നവാസും ഒക്കെ അടക്കമുള്ള ആ രണ്ടാം തര അല്ലെങ്കിൽ മൂന്നാം തലമുറ നേതാക്കളാണ് സത്യത്തിൽ ഈ ഫീൽഡിൽ അണിനിരുന്നത്. ഇത് തന്നെയായിരുന്നു ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം നമ്മൾ കണ്ടത്. അത് അവർക്ക് നല്ല മികച്ച റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇരട്ടിയും അതിന് മൂന്നിരട്ടിയും ഒക്കെ ആയിട്ട് ഭൂരിപക്ഷം വർദ്ധിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അതിന്റെ ഏറ്റവും ക്ലൈമാക്സിലാണ്, ഏറ്റവും തീവ്രതയിലാണ് ഇവിടെ നടന്നത്, നിലമ്പൂര് നടന്നത്. മാത്രമല്ല, നമ്മൾ കണ്ടു UDFന്റെ എല്ലാ പ്രചരണ യോഗങ്ങളിലും വലിയ ആൾക്കൂട്ടം, കുടുംബയോഗങ്ങളിലും വലിയ ആൾക്കൂട്ടം. അങ്ങനെ ഇതെല്ലാം സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത വിരളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തിരിച്ചടി ഉണ്ടാവില്ല എന്നാണ് UDF വിശ്വസിക്കുന്നത്. പക്ഷെ അതിനോടൊപ്പം നമ്മൾ കൂട്ടി വായിക്കേണ്ടത്, സ്വരാജ് ഒരു ചെറിയ സ്ഥാനാർത്ഥിയല്ല. നത്തോലി ഒരു ചെറിയ മീനല്ല എന്ന് പറയുന്നത് പോലെ സ്വരാജ് ഒരു ചെറിയ സ്ഥാനാർത്ഥിയല്ല. CPMന് നിർത്താവുന്ന, CPMന് അവിടെ ഫീൽഡ് ചെയ്യാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ്. പാർട്ടി പ്രവർത്തകർക്ക് കുറെ സ്ഥാനാർത്ഥിയെ കിട്ടുന്നു. സ്വാഭാവികമായിട്ടും ഒരു സ്വതന്ത്രന് അപ്പുറത്തേക്ക് പാർട്ടിയുടെ തന്നെ ഒരു പടക്കുതിര അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു പോരാളി അവിടെ കൈമൈ മറന്ന് രംഗത്ത് വരുന്നു. പാർട്ടി പ്രവർത്തകർക്ക്, പാർട്ടി സംഘടനാ മെഷീനറിക്ക് വലിയൊരു ആവേശം വരുന്നു. ചെറുപ്പക്കാരുടെ സിരകളിലേക്ക് അവരുടെ ആ ഒരു ആവേശം അതിന്റെ ഉച്ചസ്ഥായിയിലേക്ക് എത്തുന്നു. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. അതുകൊണ്ട് സ്വരാജ് അല്ലായിരുന്നു കാൻഡിഡേറ്റ് എങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് പറയായിരുന്നു ഫലം. പക്ഷെ ഇവിടെ സ്വരാജ് വരുന്നു. പിന്നെ ഒരു സ്പോയിലറായി മാറാൻ PV അൻവറിന് കഴിയുമോ? ഞാൻ വിചാരിക്കുന്നത് രണ്ടു വശത്തുനിന്നും PV അൻവർ കുറെ വോട്ട് പിടിച്ചേക്കാം. ചിലപ്പോൾ ഒരു 20,000 വോട്ട് വരെയൊക്കെ അദ്ദേഹം പിടിക്കാം. പക്ഷെ എൻ്റെ ഒരു കണക്കുകൂട്ടല്, PV അൻവർ പിടിക്കുന്ന വോട്ടിൽ ഒരു 60% CPMന്റെ വോട്ടുകളും ഒരു മാക്സിമം ഒരു 40% ആയിരിക്കും UDFന്റെ വോട്ടുകൾ. കാരണം അതിനകത്ത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും അൻവറിന് ചെയ്യാത്ത UDF വോട്ടുകൾ ഇത്തവണ എന്തിന് അൻവറിന് ചെയ്യണം? എന്താണ് അതിന്റെ ഒരു ന്യായം വേണമല്ലോ. UDF വോട്ടുകൾ കഴിഞ്ഞ 2 തവണ അൻവറിന് കിട്ടാത്ത UDF വോട്ടുകൾ ഇക്കുറി കിട്ടുക എന്ന് പറയുന്നത് അത്ര യുക്തിക്ക് നിരക്കുന്ന കാര്യമല്ല. നേരെ മറിച്ച് PV അൻവർ എന്ന് പറയുന്ന ആളുടെ വ്യക്തിപരമായ സ്വാധീനവും രാഷ്ട്രീയ സ്വാധീനവും ഒക്കെ വെച്ചിട്ട് കുറെ എന്താ പറയാ അനുഭാവി വോട്ടുകൾ, ഇടതുപക്ഷത്തിന് സ്ഥിരമായി വോട്ട് ചെയ്യാത്ത, എന്നാൽ അൻവറിന്റെ പേഴ്സണാലിറ്റി, അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപരമായ ബന്ധങ്ങള്, ഞാൻ പറയുന്ന മണി പവർ, മസിൽ പവർ, ഇതെല്ലാം അദ്ദേഹത്തിന് നന്നായി ഉപയോഗിക്കാൻ കഴിയുന്ന നല്ല ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെ വിജയിക്കണം, അതിന്റെ ഒരു ഫോർമുല മുഴുവൻ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് അൻവർ. അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് കുറെ വോട്ടുകൾ, ഒരുപക്ഷെ അൻവർ അല്ല സ്ഥാനാർത്ഥിയെങ്കിൽ കിട്ടാതിരുന്ന കുറെ വോട്ടുകൾ കോൺഗ്രസ് പാളയത്തിൽ നിന്നും ലീഗ് അല്ലെങ്കിൽ അനുഭാവി വോട്ടുകൾ, കേഡർ വോട്ടുകളോ കോർ വോട്ടുകളോ അല്ല ഞാൻ പറയുന്നത്. അങ്ങനെ കുറെ വോട്ടുകൾ അൻവറിന് ആ 2 തെരഞ്ഞെടുപ്പിലും കിട്ടിയിട്ടുണ്ടാകാം. ആദ്യ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിടത്തോളം കിട്ടിയില്ല, രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ.
അതിൽ കുറച്ച് വോട്ടുകൾ ഒരുപക്ഷെ ഈ കുറിയും അദ്ദേഹത്തിന് കിട്ടിയേക്കാം. പക്ഷെ എങ്കിലും സാമാന്യ യുക്തി അനുസരിച്ച്, നമ്മുടെ ഒരു കോമൺ സെൻസ് അനുസരിച്ച്, ഒരു റാഷണൽ ആയിട്ടുള്ള ഒരു തിങ്കിങ് അനുസരിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്, അൻവർ ഈ പറയുന്ന രീതിയിൽ 75,000 എന്നൊക്കെ പറയുന്നത് ഒരു വല്ലാത്ത, എന്താ പറയാ, അതിശയോക്തിന്നോ അതിഭാവുകത്വം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മറിച്ച് അദ്ദേഹം ഒരു 20,000 വോട്ട് വരെയൊക്കെ പിടിച്ചേക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എങ്കിൽ പോലും അത് വലുതായി ബാധിക്കാൻ പോകുന്നില്ല. കാരണം ഇവിടെ കണ്ടൊരു കാഴ്ച എന്താന്ന് വെച്ചാൽ, ഇരു മുന്നണികളുടെയും ശക്തി കേന്ദ്രങ്ങളിൽ സമരം പോലുള്ള പഞ്ചായത്തുകൾ LDFന്റെ ശക്തി കേന്ദ്രമാണ്. അവിടെ നല്ല പോളിംഗ് നടന്നിട്ടുണ്ട്, കൂടിയ പോളിംഗ്. അതുപോലെ തന്നെ മൂത്തേടം UDFന്റെ ഒരു എന്താ പറയാ, സ്ട്രോങ് ഹോൾഡാണ്. അവിടെയും നല്ല പോളിംഗ് നടന്നു. അതുപോലെ നിലമ്പൂർ നഗരസഭ, അവിടെ ഇരു കൂട്ടർക്കും സ്വാധീനമുണ്ട്. ഭരിക്കുന്നത് LDF ആണെങ്കിലും അവിടെ UDFന് ഒട്ടും സ്വാധീനക്കുറവില്ല. ഒരുപക്ഷെ ഇക്കുറി ലീഡ് കിട്ടുമെന്ന് അവർ ഉറച്ച് വിശ്വസിക്കുന്ന ഒരു സ്ഥലമാണ്. 2 സ്ഥാനാർത്ഥികളുടെയും തട്ടകം കൂടിയാണ്. അവിടെയും നല്ല പോളിംഗ് നടന്നു. പക്ഷെ വഴിക്കടവിലാണ് ഒരല്പം പോളിംഗ് മോശമായിട്ട് ഈ ആദ്യം വന്ന കണക്കുകൾ കാണുന്നത്. അവിടെ UDFന് കുറച്ച് സ്വാധീനമുള്ള സ്ഥലമാണ്. പക്ഷെ അവിടെ എന്തുകൊണ്ട് പോളിംഗ് കുറഞ്ഞു എന്ന് എനിക്കറിയില്ല. അപ്പൊ നമുക്ക് ഈ ഇന്നത്തെ പോളിംഗിന്റെ ഒരു ശതമാനം വെച്ചുകൊണ്ട് ആർക്കാണ് എഡ്ജ്, ആർക്കാണ് ബെനിഫിറ്റ് എന്ന് നമുക്ക് തീർത്ത് പറയാൻ കഴിയില്ല. അങ്ങനെ ആർക്കെങ്കിലും അനുകൂലമാകുന്ന, ആർക്കെങ്കിലും പ്രതികൂലമാകുന്ന ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു സൂചന, ഗോപകുമാർ സാർ നേരത്തെ പറഞ്ഞ പോലെ, ഈ അൻവർ ഈ ബെടായി അടിക്കുമ്പോൾ അദ്ദേഹത്തിന് പോളിംഗ് ബൂത്തിന് പോലും ഇരിക്കാൻ ആളുണ്ടായിരുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യത്തിന് അപ്പുറത്ത്, ഇരു മുന്നണികളെയും സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മവിശ്വാസം ഉയർത്തുകയോ അവരുടെ ആത്മവിശ്വാസം തകർക്കുകയോ ചെയ്യുന്ന ഒരു ചിത്രവും ഒരു സ്ഥലത്തും, ഒരു പഞ്ചായത്തിലും നഗരസഭയിലും നമ്മൾ കണ്ടില്ല. ഇരു കൂട്ടർക്കും അവരുടെ വിശ്വാസങ്ങളുമായിട്ട് തന്നെ ഈ കൗണ്ടിംഗ് ഡേ വരെ പോകാം. അങ്ങനെ വിശ്വസിക്കാൻ അവർക്ക്, അങ്ങനെ എന്താ പറയാ, ആരെങ്കിലും തോൽക്കുന്നോ, ഇന്നത്തെ പോളിംഗിന്റെ ഒരു പ്രത്യേകതയിൽ ജയിക്കുന്നോ തോൽക്കുന്നോ പറയാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പോളിംഗ് ശതമാനമാണ് നിലമ്പൂരിലുണ്ടായത്. അതുകൊണ്ട് ഒരു മുന്നണിക്കും, ഇരു മുന്നണികൾക്കും അതിന്റെ പോളിംഗിന്റെ പേരിൽ, പോളിംഗ് ശതമാനത്തിന്റെ പേരിൽ കൂടുതൽ ആത്മവിശ്വാസത്തിലേക്കോ കൂടുതൽ നിരാശയിലേക്കോ പോകേണ്ട കാര്യമില്ല. സ്റ്റാറ്റസ് കോ, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് ഉണ്ടായത്. അവിടെ വോട്ടർമാരോട് നമ്മൾ നന്ദി പറയേണ്ടതുണ്ട്. വലിയ മഴയായിരുന്നു, മോശം കാലാവസ്ഥയായിരുന്നു, എല്ലാ ഘടകങ്ങളും ഉണ്ടായിട്ടും അവര് ജനാധിപത്യത്തിന്റെ മനോഹാരിത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാന്യമായ രീതിയിൽ വോട്ട് ചെയ്തു. വലിയൊരു പോളിംഗ് പെർസെന്റേജ്, അത്ര എന്താ പറയാ, അവിശ്വസനീയമായ പോളിംഗ് പെർസെന്റേജ് ഒന്നും അല്ല, എങ്കിൽ പോലും മാന്യം, ഡീസന്റ് എന്ന് പറയാവുന്ന ഒരു പെർസെന്റേജിലേക്ക് നിലമ്പൂരിലെ പോളിംഗ് എത്തി എന്നുള്ളതും ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായ, സ്വാഗതാർഹമായ ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്.